ഹായ്, ആദികുട്ടൂസ് വേർഡിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര പെരുമഴ 2 ദിവസം കൊണ്ട് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടവപ്പാതിയാണ്. എന്നാലും ആളുകൾക്ക് നമുക്കായാലും കിണറ്റിൽ വെള്ളം ക്ഷാമമായിരുന്നല്ലോ. അതിനുള്ള മഴയൊന്നും ആയില്ല. എന്നാലും തൽക്കാല ക്ഷാമത്തിനുള്ള ഒരിത് മഴ തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങ് കുറച്ച് ദിവസം ചേർത്തുകൊണ്ട് ഭയങ്കര മഴ ആയിരുന്നു. ഇടിയും മഴയും കൊള്ളിയാനും എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഒരു കല്യാണത്തിന് പോയി, വൈകിട്ട് മറുവീട്ടിന് പോയി, തിരിച്ച് ബസ്സിൽ കയറാനായി മറുവീട് വണ്ടിയിൽ തിരിച്ച് കയറാനായിട്ട് വന്നു. ഒത്തിരി മഴ നനഞ്ഞ് എന്തോ അറിയില്ല, പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ നല്ല ജലദോഷമായി, പനിയായി. നമുക്ക് മോക്കും പനിയായി, കുഞ്ഞിനും ജലദോഷമായി. അങ്ങനെ എല്ലാവരും കുറച്ച് ദിവസം എനിക്കങ്ങ് ഒത്തിരി ഒട്ടും വയ്യാത്ത ഒരവസ്ഥയായിപ്പോയി. 3ൻ്റെ അന്ന് പിന്നെ മോക്കുമായി. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി. എനിക്ക് ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്തു. എനിക്ക് എന്ന് പറഞ്ഞാൽ ഈ പനി വന്നാൽ യൂറിനറി ഇൻഫെക്ഷൻ കറക്റ്റായിട്ട് എപ്പോഴായാലും അത് കൂടെ ഉണ്ടാവും. വെള്ളം കുടിയരുത് എങ്ങനെയായാലും അങ്ങനെ ഇതാണ്. മോക്ക് പിന്നെ ആശുപത്രിയിൽ ചെന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് സ്ഥലം ഇറങ്ങണ കണക്ക് ഉള്ളൊരിത്. പിന്നെ റിസൾട്ട് കിട്ടാൻ ഇരുന്നപ്പോൾ ഒത്തിരി നേരം അവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ പിറ്റേന്ന് കാലത്തെ കുട്ടൂസ് മോൻ എണീച്ചപ്പം കുട്ടൂസ് മോനും തുമ്മലൊക്കെ ആയി. മോൻ സ്കൂളിൽ പോയി. ഉച്ചയായപ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ സ്കൂളിൽ നിന്ന് മോൻ ജലദോഷമെന്ന് പറഞ്ഞ് വിളിച്ച് മോനും ഇഞ്ഞു വന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലായിരുന്നു കുറച്ച് ദിവസമായിട്ടുള്ള ആ ഒരു ഇത്. അങ്ങനെ അതൊക്കെ തരണം ചെയ്തു. എന്തായാലും അതൊക്കെ തരണം ചെയ്തു പോയി. പക്ഷേ ഇന്നലെ 1-ാം തീയതിയായിട്ട് അമ്പലത്തിൽ കയറി പോകാനോ ഒന്നിനും ഉള്ള ഒരിത് പറ്റിയില്ല. അതിനിടയ്ക്ക് ഒരു ദിവസം ഞാൻ ഒന്ന് വെള്ളവാരത്തിയൊക്കെ കുളിച്ചുവെങ്കിലും എനിക്ക് ഒരു ശരീരത്തിന് ആ ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ കുളിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ഇത് പേടി. അപ്പം ദേഹം കഴുകുകയല്ലാതെ നമുക്ക് തല കുളിക്കാതെ നമുക്ക് അമ്പലത്തിലൊക്കെ പോയി നല്ല നമ്മളെ ക്ഷേത്രത്തിൽ ഇവിടെ നിന്ന് തൊഴുതല്ലാതെ നമുക്ക് കയറി പോകാനോ ഒത്തിരി വഴിപാടുകളൊക്കെ ചെയ്തിട്ടും കയറി പോകാനൊന്നും പറ്റിയില്ല. പിന്നെ അത് മാത്രമല്ല, ഞാൻ എൻ്റെ കുഞ്ഞുവാവേന എൻ്റെ മോൻ്റെ കുഞ്ഞിനെ നീ കണ്ടോളാൻ വയ്യാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ എൻ്റെ കുഞ്ഞുവാവേനെ കണ്ടോളാൻ വയ്യാതെ ഇങ്ങനെ എപ്പോഴും ഞാൻ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് വെച്ച് നോക്കി ഉമ്മ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് മോളുമായിട്ടങ്ങ് ഭയങ്കര ഒരു കുട്ടൂസ് മോൻ കൊച്ചിലെ അങ്ങനെയായിരുന്നു. കുട്ടൂസ് മോനെ ഇപ്പോൾ ഏത് സമയവും നമ്മളെ വീട്ടിലുള്ള ഒരു കുഞ്ഞും ഞങ്ങൾ വളർത്തിയ ആ ഒരു ഇതും എപ്പോഴും അങ്ങനെയാണ്. മോനെ കാണാതിരിക്കുമ്പോഴും പിന്നെ മോനെന്ന് പറയുമ്പം അവർ മക്കൾ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു മാസത്തെ ഒരിതും അല്ലെങ്കിൽ നമ്മളുമായിട്ടങ്ങനെ അവന് ഒരു അറ്റാച്ച്ഡ് ഇല്ല. ഇന്നലെയും ഞാൻ ചെന്നിട്ട് അവൻ അങ്ങനെ ഒരു സ്നേഹവും അങ്ങനെ വന്നൊന്നും മിണ്ടേ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പം നമ്മളുമായിട്ട് നല്ല സ്നേഹവുമാണ്. അവന് സ്നേഹമുള്ള കൊച്ചുമാണ്. പക്ഷേ മോൻ്റെ മോള് എന്തോ എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഞാൻ മക്കളേന്ന് വിളിക്കുമ്പോഴും അതുപോലെ തന്നെ മോൻ വിളിക്കുമ്പം മുത്തേന്ന് വിളിക്കുമ്പോഴത്തേക്കും മോളും ഭയങ്കര മോൻ്റെ ശബ്ദവും കേൾക്കുമ്പോൾ നല്ല ആ ഒരു ഇത് മോള് ശ്രദ്ധിക്കുന്നത് കേൾക്കണം. അതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴും മോൾക്ക് നല്ലോണം അറിയാം. നമ്മൾ ഉറച്ച് സംസാരിച്ച് വിളിക്കുന്നത് കൊണ്ടായിരിക്കാം അവർ പയ്യെ ആ ഒരിത് അവൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് കുഞ്ഞിനെ അങ്ങനെ നല്ല ഒരു കയ്യും കാലും കാല് വേദന ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ടും ഞാൻ കയറ്റി വലിച്ചായാലും എനിക്ക് ബസ്സിലൊക്കെ എല്ലാവരും ചോദിക്കും പറഞ്ഞ കണക്ക് എനിക്ക് ബസ്സിൽ എത്ര ഇതെന്ന് പറഞ്ഞാലും ഞാൻ വയ്യാത്തതായാലും എടുത്തതായാലും എങ്ങനെയായാലും ഞാൻ പോകാനുള്ളിടത്തായാലും ഞാൻ ആരെയും കൂട്ട് നോക്കിയാൽ ഞാൻ പോകാനുള്ളിടത്ത് പോവും. അല്ലെങ്കിൽ കാറിലേ പോവും, അല്ലെങ്കിൽ ആട്ടോയിലേ പോവും, അല്ലെങ്കിൽ അങ്ങനെ പോവും ഇങ്ങനെ പോവും. അങ്ങനെയൊന്നും ഒരു പിടിവാശിയോ ഒന്നുമില്ല.
എനിക്ക് പറ്റുന്ന കണക്ക് എല്ലാ ഇതിലും ജീവിക്കുന്ന ഒരു പെണ്ണാണ്. തറയിൽ കിടക്കും. ഇപ്പം എല്ലാവരും ചോദിക്കും ഇത്രയും എനിക്ക് ഹൈപ്പോ തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് എനിക്ക് ഹോർമോൺ സംബന്ധമായി ഇപ്പം എനിക്ക് പനിയായിട്ടൊക്കെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഹോർമോൺ സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ കൃത്യമായി ചെയ്തിരിക്കണം. അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അല്ലാതെ പറഞ്ഞാണെങ്കിൽ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും പിന്നെ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇനി ചെയ്ത് നോക്കാനുള്ളത്. അപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ ക്യാൻസറിൻ്റെയൊക്കെ ഒരു ഇതും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടും എത്രയും ഇതായിട്ടും ഹോർമോൺ സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യണമെന്ന് ആ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഹോർമോൺ എന്ന് പറയുമ്പോൾ തൈറോയിഡ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ ഞാൻ ആഹാരം ചേഞ്ച് ചെയ്തു, ആഹാരം എങ്ങനെയൊക്കെ ഇതാക്കിയിട്ടും എനിക്ക് തടി അങ്ങോട്ട് കുറയുന്നില്ല എന്നുള്ള ഒരു കാര്യം എന്നെ അറിയാവുന്നുള്ളവർക്കറിയാം. ഞാൻ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരിതും എല്ലാം ചിലർ വിചാരിക്കും ഞാൻ വാരി വലിച്ചൊക്കെ ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ജോലി, ഞാൻ നല്ല രീതിക്ക് ജോലി എന്നെ കൊണ്ടൊക്കുന്ന നല്ല രീതിക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ജനിച്ച് ഒത്തിരി ഒന്നിതായപ്പം തൊട്ടേ ഞാൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് നല്ല രീതിക്ക് എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അമ്മയ്ക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മയ്ക്കെന്നും വയ്യ, ചുമ, ശ്വാസം മുട്ട്, ആശുപത്രിയിൽ കിടന്ന് ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ 10ാം ക്ലാസ്സിൽ എക്സാം എഴുതുമ്പോൾ പോലും എൻ്റെ അമ്മ കടയ്ക്ക് ആശുപത്രിയിൽ ഒന്നും അഡ്മിറ്റാണ്. അമ്മയ്ക്ക് ചോറ് കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാലും ഇതേപോലെ ഞാൻ അപ്പോഴും എല്ലാം ഞാൻ ജോലി നല്ല രീതിക്ക്, അതുപോലെ തന്നെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ വീട്ടിൽ കൊണ്ടു ചെന്ന് പിറ്റന്ന് തൊട്ടേ അടുക്കള ഭരണം ഏറ്റ് എല്ലാ ജോലിയും ചെയ്ത് അങ്ങനെയുള്ളൊരു രീതിയാണ് വീട്ടിലായാലും. പിന്നെ അതുപോലെ തന്നെ ജോലി ഞാൻ 14 വർഷം കളക്ഷൻ ഏജൻ്റായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം 4.5 വർഷം ഒരു കട ഇപ്പം K4 കെയറിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ K4 കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ രീതിക്കും ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഏത് രീതിക്കും ഒരു ജോലി ചെയ്യാതെ ശരീരം അനങ്ങാതെ ഇരുന്നുള്ള ഒരു ഇത് വ്യായാമമില്ലാത്ത ഒരു ഇതൊന്നും ഇന്നുവരെയും അങ്ങനെ ഒരു ഇതില്ല. എപ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിക്കുള്ള ഒരിത്. പിന്നെ വീട്ടിൽ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ഞാനിപ്പം ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലെ ജോലി അങ്ങനെയുള്ളൊരിതേ ഉള്ളൂ. അല്ലാതെ ഞാനങ്ങനെ എങ്ങോട്ടും ഇറങ്ങിപ്പോക്കോ എങ്ങനെ നമ്മളെ കാര്യം നോക്കി നമ്മൾ വീട്ടിൽ ഇരിക്കുന്നു, അത്ര ആ ഒരിതേ ഉള്ളൂ. എന്നാലും ഇവിടെ ഉള്ള പെരയിടത്തിൽ ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതും പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു. പിന്നെ ജോലിയുള്ളപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞിനെ കാണാനായി ഇന്നലെ വയ്യെങ്കിലും ഞാൻ പോയിരുന്നു. 10:30 ഞാൻ ഇവിടുന്ന് പോകുന്നത്. നല്ല സുഖം വയ്യ എന്ന് കാലുവേദന ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇവിടെ നിന്ന് മൊണ്ടി അക്കരെ എത്തി. കാര്യം ഒരു കാലിൻ്റെ ഞരമ്പങ്ങ് ഭയങ്കരമായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. നടന്ന് കയറി പോയപ്പോഴൊക്കെ ഞാൻ കാല് തറയിൽ ഉറയ്ക്കാൻ വയ്യാതെയാണ് ഞാൻ കയറി പോകുന്നത്. അങ്ങനെ തേക്കിൽ ചെന്ന് നിന്ന് ബസ് കയറാനായിട്ട് ചെന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ബസ്സിൽ കയറി കടയ്ക്ക് ഇറങ്ങി. കടയ്ക്കേന്ന് ഒരു ബസ്സിൽ കയറി നിലമേ ഇറങ്ങി. നിലമേന്ന് ഒരു ബസ്സിൽ കയറി അടൂരിറങ്ങി. അടൂരിൽ നിന്ന് ഒരു ബസ്സിൽ കയറി അവരെ വീട്ടിൽ പോകാനായിട്ട് പട്ടാണി മുക്കെന്ന് പറയും അവിടെ ഇറങ്ങിയിട്ട് പിന്നെ 40 രൂപ ആട്ടോ കൊടുക്കുമ്പോൾ അവരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ആക്കും. അങ്ങനെയാണ് ഞാൻ പോയത്. അങ്ങനെ വയ്യെങ്കിലും ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത്. കാര്യം എൻ്റെ കുഞ്ഞിനെ എനിക്ക് കൺട്രോളാൻ വയ്യാതെ ഞാൻ രാത്രി ഒന്ന് കിടന്നാലും എടുത്താലും എല്ലാം എനിക്ക് എൻ്റെ മോളെ ഓർമ്മയാണ്. ചിലപ്പോഴൊക്കെ എൻ്റെ മോൾ ഇങ്ങനെ കിടന്ന് കരയുന്നതായിട്ടും തൊട്ടിൽ കിടക്കുന്നതായിട്ടും അങ്ങനെയൊക്കെ എനിക്ക് പല ഓർമ്മകളാണ്. ഞാൻ എൻ്റെ മക്കളുടെ അടുത്ത് പറഞ്ഞതാണ്, പോകുന്നത് വരെ എൻ്റെ കുഞ്ഞിനെ ഇവിടെ ആക്കിയവരെ ഞാൻ നോക്കിയോളാം എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പം അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ, നിർത്തിയേക്കുന്നതും എടുക്കുന്നതും ഒക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. അപ്പം അങ്ങനെ എൻ്റെ മോള് അവിടെ ചെന്നു. ഗേറ്റ് തുറന്ന് ഇതായി ചെന്നപ്പോൾ പറഞ്ഞു കുഞ്ഞ് ഉറങ്ങുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ മോൾ ഉറങ്ങിയ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് തൊട്ടിലോട്ട്. അപ്പോൾ അവിടെ തുടയ്ക്കാനും തൂക്കാനും വരുന്ന പെൺകുട്ടി അവിടെ നിൽക്കുന്നു. അങ്ങനെ അയ്യോ എൻ്റെ മോൾ ഉറങ്ങിയ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ആ റൂമിലോട്ട്
ചോദിച്ചുകൊണ്ട് കയറി ചെന്നപ്പോൾ കാണാം തൊട്ടിലിൽ കാലിട്ടടിക്കുന്ന എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ പൊന്നുമോളെ കാര്യം എനിക്ക് ഓർമ്മിക്കുമ്പം കാലിട്ടടിക്കുന്ന മോള്. അങ്ങനെ എന്നെ കണ്ട ഉടനെ പൊന്നുമോളെ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ കൊച്ച് എന്നെ നോക്കി അവൾ വെളുക്ക. അവൾക്ക് എന്നെ കാണുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോഴും മക്കളെ എന്ന് വിളിക്കുമ്പോൾ അവൾക്ക് അറിയാം ഞാൻ എൻ്റെ പൊന്നുമോളെ ഞാൻ താരാട്ട് പാടി ഉറക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മോളെ ഞാൻ ഉള്ള ദിവസം, എൻ്റെ കയ്യിലുള്ള ദിവസം ഞാൻ അവളെ അങ്ങനെയായിരുന്നു. എനിക്ക് അങ്ങനെ എൻ്റെ ശബ്ദം കേട്ട ഉടനെ മോള് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ച് എടുക്കാനായിട്ട് കൈ കാണിച്ച് നല്ലപോലെ കക്കട്ടം പറ്റിയ മോള് ചിരിച്ചു. അങ്ങനെ ഒത്തിരി നേരം മോൾ ഉണർന്ന് എൻ്റെ കയ്യിലിരുന്നിട്ട് മോൾ കയ്യിലിരുന്ന് അങ്ങ് ഉറങ്ങി. പിന്നെ ഞാൻ വരുന്നത് വരെയും മോൾ ഉറങ്ങിയായിരുന്നു. അമ്മാമ്മ പാല് കലക്കി കൊണ്ട് തന്നിട്ടും ഞാൻ കൊടുത്തു. അപ്പോൾ അവൾ ഉറങ്ങിയിരുന്നാണ് കുടിക്കുന്നത്. അതിനിടയ്ക്കൊക്കെ അവൾ ചിരിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ മോളെ ഞാൻ കണ്ടു. അതൊക്കെ എനിക്ക് ഇവർ രണ്ടും ആമക്കളാണ്. മൂത്തത് മൂത്തതും മോനാണ്, മറ്റേ മോൻ്റെ മൂത്തത് മോനാണ്. അപ്പോൾ എനിക്ക് പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവനാണ്. ഞാൻ എന്നേ പറയുന്നു എനിക്കൊരു പെങ്കൊച്ചെന്നും പറഞ്ഞുകൊണ്ടിരുന്ന് എനിക്ക് കിട്ടിയതാണ്. അങ്ങനെ അതിനെങ്കിലും ഒന്നും ലാളിക്കാൻ, മോൻ്റെ കുഞ്ഞിനെ മൂത്തതിനെ നമുക്ക് ലാളിക്കാൻ കിട്ടിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ നമ്മളുമായിട്ട് വലിയ അടുപ്പമില്ല. അപ്പോൾ എൻ്റെ മോളെയെങ്കിലും നമുക്കൊന്ന് ഇതാകാൻ കിട്ടണേന്ന് എൻ്റെ പ്രാർത്ഥനയാണ്. അങ്ങനെ ഇപ്പം മോനും മോളുമൊക്കെ തിരിച്ച് പോയി. കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ടൊക്കെ ഉള്ളവർ തന്നെ കൊണ്ടുപോകാൻ അവർ സമയമാകുമ്പോൾ അതിനെ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഉള്ള കാര്യമാണ്. അങ്ങനെ മോളെ കണ്ട സന്തോഷത്തിലായിരുന്നു. അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അത് മാത്രമല്ല, ഇന്നലെ ഫ്രീ വണ്ടി, ഓർഡിനറി ഫ്രീ വണ്ടികൾ, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കൊട്ടാരക്കര സ്റ്റാൻഡിൽ ഫാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് അവിടെ പ്രിയദർശിനി അങ്ങോട്ട് പോകുമ്പോൾ ഈ ബസ്സുകൾ അത്രയും എന്തുമാത്രം ബസ് വേണാടിൻ്റെ പ്രിയദർശിനി ബോർഡും വെച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ബസ് ഓടുന്നതെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ഇഷ്ടം പോലെ ബസ്സാണ് ഇന്നലെ ഓടിയത്, ഇഷ്ടം പോലെ ബസ്. ഞാൻ ഇന്നലെ അടൂരോട്ട് പോയപ്പം ഒരുപാട് ബസ് കണ്ട്. അങ്ങനെ തിരിച്ച് ഞാൻ വരാനായിട്ട് അവിടെ നിന്നൊരു അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇഞ്ഞ് അടൂർ സ്റ്റാൻഡിൽ വന്ന് നിന്നപ്പോൾ കാണാം കൊട്ടാരക്കരയ്ക്ക് ഒരു വേണാട് ബസ് കിടക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ സ്ഥലവും ഉണ്ട്. ഞാനും ചെന്ന്, ഫാസ്റ്റിലാണ് നമ്മൾ വരുന്നത് സാധാരണ. ഞാൻ വിചാരിച്ചു എന്തായാലും വേണാട് ബസ്. സമയം നോക്കിയപ്പോഴത്തേക്ക് 4:40 അങ്ങോട്ടായി. ഞാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല, എന്തായാലും വേണാടി കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ചെന്ന് വേണാടി കയറി. അപ്പോൾ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രീ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞു, ആ ടിക്കറ്റ് എവിടെയാണെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം. ഫ്രീ ആയാലും കണ്ടക്ടർ വന്ന് എല്ലാവരെയും ടിക്കറ്റ് എടുക്കും. അങ്ങനെ എനിക്കും ഇന്നലെ 28 രൂപയുടെ ഫ്രീ യാത്ര ഞാനും ചെയ്തു. അതൊരു വല്ലാത്ത ഒരു ഇത് തന്നെയാണ്. ഞാനും അടൂരിൽ നിന്ന് കൊട്ടാരക്കര വരെ ഞാനും ഇന്നലെ ഫ്രീ യാത്ര ചെയ്തു. 28 രൂപയുടെ ടിക്കറ്റാണ് എനിക്ക് തന്നത്. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ കൊട്ടാരക്കര ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ മറ്റ് ബസ് നോക്കി നിന്നില്ല. കാര്യം ഞാനിനി എത്തുമ്പം ഇരുട്ടി പോവും. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നോക്കിയപ്പം പാസ്റ്റ് കിടക്കുന്നു. ഞാൻ തിരുവനന്തപുരം പാസ്റ്റ് കിടക്കുന്നു. അതിൽ കയറി നിലമേ ഇറങ്ങി. നിലമേന്ന് പിന്നെ ഒരു മടത്തറയ്ക്ക് വന്ന ബസ്സിൽ കയറി കാഞ്ഞിരത്ത് മൂട്ടി ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിഞ്ഞ് പോന്നു. ഓട്ടോ വിളിച്ച് വന്നതും ഈ വന്ന ബസ്സിൽ ഞങ്ങൾ അക്കരെയുള്ളൊരു കാക്കാരെ പെണ്ണുണ്ടായിരുന്നു. ആ കാക്ക ഓട്ടോ ഓടിക്കുന്നതാണ്. അങ്ങനെ ആ താത്ത കാക്കായെ വിളിച്ചു. അങ്ങനെ ആ കാക്ക ഓട്ടോയും കൊണ്ട് കാഞ്ഞിരത്ത് മൂട്ടി വന്നു. അങ്ങനെ ആ താത്തായും ഞാനും കൂടെ ആ ഓട്ടോയിൽ വന്നു. എന്നെ ഇവിടെ ഇറക്കിയിട്ട് എൻ്റെ 10 പൈസയും വാങ്ങിയില്ല പാവം. അങ്ങനെ സുഖമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അങ്ങ് പോയി. അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം എന്തായാലും അങ്ങനെയൊക്കെ ഒത്തിരി ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. എൻ്റെ മോളെ കണ്ടത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. എനിക്ക് എൻ്റെ ജീവനും പ്രാണനുമാണ് എൻ്റെ കൊച്ചുമോള്. മക്കളെല്ലാം 3 പേരും അങ്ങനെ തന്നെ. പക്ഷേ എൻ്റെ മോളുമായിട്ട് എനിക്കെന്തോ ഒരു പ്രത്യേക അറ്റാച്ച്ഡാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ആ മോളെ ഒരു ചിരിയും, എന്നെ കണ്ടപ്പം മോള് ചിരിച്ചിട്ട് ഇങ്ങനെ കൈയെടുത്ത് എടുക്കാനായിട്ട്. നമുക്ക് 3 മാസം ആവാറായി. അപ്പം കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ നമ്മളെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അറിയാമല്ലോ. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ മോളെ ഞാൻ താരാട്ട് പാട്ടി ഉറക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മളാ ഒരു ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയാമല്ലോ. എന്തായാലും എൻ്റെ മോൾക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് നല്ലോണം അറിയാം.
അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇന്നലെ 1-ാം തീയതി ആയിരുന്നു. പിന്നെ എനിക്ക് ക്ഷേത്രത്തിൽ കയറി പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമായിരുന്നു. കാര്യം നമ്മൾ ദേഹം കഴുകിയിട്ട് പുറം കഴുകിയിട്ട് ക്ഷേത്രത്തിൽ പോകുന്ന ഒരിക്കലും ശരിയല്ല. നമ്മൾ തല കുളിച്ച് അമ്പലത്തിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റേതായ പ്രതിശ്രുതിയോടുകൂടി വേണം പോകാനായിട്ട്. അപ്പം അതിലൊരു വിഷമമേ ഇനിയുള്ളൂ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എൻ്റെ വിശേഷങ്ങൾ. കുട്ടൂസുമോൻ പഠിക്കാൻ പോയി, ചോറൊക്കെ കഴിച്ചു. ഇന്നത്തിരി മഴ തോന്നുന്നു. ഇന്നലെയും വലിയ കുഴപ്പമില്ലായിരുന്നു മഴ, ഇന്നും വലിയ കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്നൊക്കെ വിചാരിക്കുന്നു. എനിക്ക് ജോലിക്ക് ഏതെങ്കിലും ജോലി വരുമ്പം ജോലിക്ക് കയറണം. കാര്യം നമുക്ക് വെറുതെ വീട്ടിലിരുന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കില്ലല്ലോ. അപ്പോൾ ജോലി 1-2 വന്നത് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് സാറ് നമുക്ക് പോകാൻ പറ്റുന്ന ജോലി അല്ല എന്നുണ്ടെങ്കിൽ സാറത് പറയും. അങ്ങനെ അപ്പം ഇനി ഏതെങ്കിലും ജോലിക്ക് കയറണം. അങ്ങനെ ഞാൻ നോക്കി ഇരിക്കുകയാണ്, ഏതെങ്കിലും ജോലിക്ക് കയറണം. അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മാസം എൻ്റെ ജന്മനാളാണ്, മിഥുനമാസത്തിലുള്ളതാണ് ഞാനും മോളും മിഥുനമാസത്തിലുള്ളതാണ്, മോൻ കർക്കിടകത്തിലുള്ളതും. അപ്പം എൻ്റെ മോളെയും ജന്മനാളാണ്. ജന്മനാളെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മ കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം മിഥുനമാസത്തിൽ എൻ്റെ അമ്മ എൻ്റെ ജന്മനാളിന് എൻ്റെ മോളെ കൊണ്ട് പായസം വെപ്പിച്ചു, കേക്ക് എല്ലാം എൻ്റെ അമ്മയ്ക്കെല്ലാം അറിയാമായിരുന്നോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അമ്മ എല്ലാം ചെയ്യിച്ചു. എൻ്റെ അമ്മയുടെ അടുത്തടുത്ത് വരികയാണ്. അതൊക്കെ ഓർമ്മിക്കുമ്പോഴാണ് മനസ്സിന് എങ്കിലും സങ്കടവും വരുന്നത്. അമ്മമാരില്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ചിറകൊടിഞ്ഞു, അല്ലെങ്കിൽ അതിന് തക്ക ആരെങ്കിലുമൊക്കെ വേണം. അങ്ങനെയൊക്കെ ഉള്ള കുറേ വിഷമങ്ങളാണ് മനസ്സിൽ. അമ്മയെന്ന് പറയുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അമ്മയോട് പറയാം, അല്ലെങ്കിൽ നമ്മുടെ സങ്കടം കേൾക്കാനായിട്ട് ആരെങ്കിലും അതിന് തക്ക വേണം. എനിക്ക് സങ്കടം പറയാനായിട്ട് ആരുമില്ല. മോളുടെ പറയാനെന്ന് പറഞ്ഞാൽ മോളുടെ രീതി അത് അവളുടേതായ ഒരു ഇതുണ്ട്. അപ്പം അവൾക്കറിയാം എന്നാലും എൻ്റെ സങ്കടങ്ങളൊക്കെ. പിന്നെ അങ്ങനെ വിളിച്ച് ചോദിക്കാനായിട്ട് വേറെ മോനൊക്കെ അത്രയും ബിസിയായിട്ട് അവർ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ അങ്ങനെ ഒരു കാര്യങ്ങളും എൻ്റെ മോനെ വിളിച്ചറിയിച്ച് വിഷമപ്പെടുത്താറില്ല. ഞാനങ്ങനെ പണ്ടൊക്കെ എന്തെങ്കിലും ഒരു ഇപ്പം ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു വിഷമങ്ങളും എൻ്റെ മോനെ ഞാൻ അറിയിക്കാറില്ല. ഒരു മെസ്സേജ് ഇട്ട് പോലും എൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ അറിയിക്കാറില്ല. ഞങ്ങൾ നാട്ടിൽ നമ്മൾ വിഷമപ്പെട്ടാലും നാട്ടിൽ വന്നാൽ പോലും അവൻ അറിയാറുമില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഒന്ന് സബ് ചെയ്തേക്കണം. സബ് ചെയ്യാത്തവർ ഒന്ന് സബ് കൂടെ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ, ബൈ.